നമ്മളെല്ലാവരും ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആളുകളാണ്. പലപ്പോഴും നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് നമുക്കൊക്കെ സംശയം ഉണ്ടാകും. നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ആരെങ്കിലും ചോർത്തിക്കൊണ്ട് പോകുന്നുണ്ടോ ഒക്കെ പലർക്കും സംശയം ഉണ്ടാകും. അപ്പോൾ വളരെ ഈസിയായിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ ചെക്ക് ചെയ്ത് കണ്ടെത്താൻ സാധിക്കും. നമ്മുടെ ഗൂഗിൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് ആരെങ്കിലും ട്രാക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അത് നമ്മുടെ മറ്റേതെങ്കിലും മൊബൈൽ ഫോൺ ഡിവൈസിൽ അത് ലോഗിൻ ചെയ്തിട്ടുണ്ടോ എന്ന് വളരെ ഈസിയായിട്ട് കണ്ടെത്താൻ സാധിക്കും. അതെങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമുക്കത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനുമായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് കണ്ടെത്തുന്നതിന് വേണ്ടി നമുക്ക് വളരെ സിമ്പിളാണ്. നമ്മുടെ ഗൂഗിൾ ഓപ്പൺ ചെയ്യാം, ഗൂഗിൾ ക്രോം, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ബ്രൗസർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ബ്രൗസർ ഉപയോഗിച്ചാലും മതി. ഇവിടെ സെർച്ച് ബാറിൽ നിങ്ങൾ gmail.com എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സ്ക്രീനിൽ കാണാൻ സാധിക്കും. അതുപോലെ ടൈപ്പ് ചെയ്യാം. ഇതുപോലെ gmail.com എന്ന് ഇതുപോലെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഗൂഗിൾ എന്ന പേരിലൊരു gmail.com എന്നുള്ള ഗൂഗിൾ എന്നുള്ള ഒരു ഓപ്ഷൻ കാണും. നമ്മളത് ക്ലിക്ക് ചെയ്യുക. നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് ഓപ്പൺ ആയി വരിക. ഇവിടെ ഏറ്റവും മുകളിൽ ഇടത് ഭാഗത്ത് 3 ലൈന് കാണും. നമ്മളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ ഒരു ബ്ലൂ ലെറ്ററിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡെസ്ക് ടോപ്പ് എന്ന് കാണാം. ബ്ലൂ ലെറ്ററിൽ കാണാൻ സാധിക്കും ഡെസ്ക് ടോപ്പ് എന്നുള്ളൊരു ബ്ലൂ ലെറ്റർ കാണാൻ സാധിക്കും. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ചോദിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടേക്ക് മീ ടു ലേറ്റസ്റ്റ് ജിമെയിൽ എന്നുള്ളൊരു ബ്ലൂ കളർ കാണും. നമ്മളത് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഓപ്പൺ ചെയ്ത ശേഷം താഴെ കാണുന്ന ഭാഗത്ത് നമുക്ക് ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ കാണും. ഇവിടെ സൂം ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ഇവിടെ ഡീറ്റെയിൽസ് എന്ന ഏറ്റവും താഴെ ഭാഗത്ത് ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ കാണും. നമ്മളത് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഇത് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏതൊക്കെ ഡിവൈസിൽ ഏതൊക്കെ മൊബൈൽ ഫോണിലാണ് നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് ആക്സസ് ചെയ്യുന്നത്, ലോഗിൻ ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസും ഓരോന്നും ഏത് ഡിവൈസാണെന്ന് നമുക്ക് കാണിച്ചു തരും. മാത്രമല്ല അതിൻ്റെ ലൊക്കേഷൻ IP അഡ്രസ്സ് ആയത് നമുക്കിവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് കാണും. അതുപോലെ തന്നെ അതിൻ്റെ ഡേറ്റ് ടൈം ഏതൊക്കെ സമയത്ത് ഏതൊക്കെ സമയങ്ങളിലാണ് ലോഗിൻ ചെയ്യുന്നതെന്നും ഉള്ള ഡീറ്റെയിൽസ് ഇവിടെ കാണും. നിങ്ങളുടെ മൊബൈൽ ഫോൺ അല്ലാത്ത മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിൽ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഏറ്റവും മുകളിൽ സൂം ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെക്യൂരിറ്റി ചെക്കപ്പ് എന്നൊരു ഓപ്ഷൻ കാണും. നമ്മളത് ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് എത്തും. ഇവിടെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് യുവർ ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ കാണും. ഈ താഴെ ഭാഗത്തുള്ള ആരോ മാർക്ക് ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ അത് കാണാൻ സാധിക്കും ഏതൊക്കെ മൊബൈൽ ഫോണിലാണ് നമ്മുടെ ഈ ജിമെയിൽ അക്കൗണ്ട് ലോഗിൻ ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. നിലവിൽ ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ ഇത് ലോഗിൻ ആണ്. ഇത് വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഡിസ്മിസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഡിവൈസിൽ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് ലോഗിൻ ആണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഉടനെ അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. വളരെ യൂസ്ഫുള്ളാണ്. സാധാരണ ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഈ കാര്യം പ്രത്യേകം ചെയ്തു വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.